അങ്ങനെ സേവ് ദ ഡേറ്റിന്റെ പാട്ടായി. പണ്ടൊക്കെ കെട്ടണ ചെക്കൻ പെണ്ണിനെ കാണണ പന്തലിൽ വെച്ച, ഇന്നിപ്പം ചെക്കനും പെണ്ണും കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുപ്പ. കാലത്തിൻ പോക്കെങ്ങോട്ടാ പോകണ്, ഓർക്കുമ്പോഴുള്ളിൽ പേടി തോന്നണ്. ന്യൂജന്മാർ ഇങ്ങനെയെങ്കിൽ കെട്ടണ പന്തലിൽ കൊച്ചിനെ കാണാം. വാവോ 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 വാവോ. ഹലോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് ലോക പ്രശസ്തനായ പേരടി പാട്ടുകാരൻ തങ്കരാജിന്റെ അടുത്താണ്. വെറും തങ്കരാജനാണോ? അല്ലേ? പത്മശ്രീ തങ്കരാജ്. അയ്യോ, പത്മശ്രീ കിട്ടിയത് അറിഞ്ഞില്ല. ഭാര്യ പത്മ, ശ്രീ തങ്കരാജ്. ഞാനൊരു യൂട്യൂബറാണ്. മോനെ ശ്രദ്ധിക്കണോ? എന്ത് ബ്രെയിൻ ട്യൂമർ ആണല്ലേ പറഞ്ഞേ? ബ്രെയിൻ ട്യൂമർ അല്ലാന്ന്, യൂട്യൂബർ, വ്ളോഗർ. യൂട്യൂബറാണ്. യൂട്യൂബർ. അപ്പൊ അതും യൂട്യൂബർ ആണല്ലോ. ഓ യൂട്യൂബറാ, യൂട്യൂബറാ. പ്രപഞ്ചം മുഴുവൻ വായിട്ടലയ്ക്കും, വെറുതെ കടന്ന് ബഹളം വെക്കും. ഓൻ യൂട്യൂബറാ, യൂട്യൂബറാ. അല്ല, ഹൈ പിച്ച് എടുക്കുമ്പോ എനിക്ക് ഹാ കിട്ടൂല. ഞാൻ നിങ്ങളൊരു 4-5 ബൈറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നാ. സത്യം പറയാലോ, എന്റെ അച്ഛന് വരെ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഇതെന്റെ ആഹാര. അല്ല, നിങ്ങൾ അച്ചാറിൽ മുക്കി തിന്നയ്യ. ഏത് പേപ്പർ? ഇതോ? ഇതിൽ കംപ്ലീറ്റ് എന്റെ സൃഷ്ടികളല്ലേ. കണ്ടാ? അല്ല, നെറ്റിക്ക് എന്താ ഒരു സൃഷ്ടി? ഒന്നും പറയണ്ട. ഭാര്യ കഴിഞ്ഞ ദിവസം അടുക്കളയിൽ കമ്മന്നടിച്ച് വീണുപോയി. ഭാര്യ വീണിട്ട് നിങ്ങളെ നെറ്റിയാ പൊട്ടിയെ? അല്ല, ഭാര്യ വീണപ്പോ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചിരിച്ചുപോയി. എന്നിട്ട് ഭാര്യ അപ്പം തന്നെ കൈമക്കിട്ട് ചെരവെടുത്ത് അടിച്ച് പൊട്ടിച്ച. അയ്യോ, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? ഒരു പണിക്ക് പോലില്ലല്ലോ. എത്ര കാലായി പണിക്ക് പോലില്ല? 10 കൊല്ലായി. അതെ, ഞാൻ മാത്രല്ല പണിക്ക് പോകത്ത്, എന്റെ കമ്പനിക്കാരും പോലില്ല. രാജൻ, സോമൻ, മാഹിരമേശൻ, ഞങ്ങളാരും പണിക്കൊന്നും പോകലില്ല. ഭാര്യ ജോലിക്ക് പോയ കാശിനു കൊണ്ട് തിന്ന് കൊടുത്തവരാ. അപ്പൊ ഭാര്യക്ക് ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഗവൺമെന്റ് ജോലി അല്ല, തൊഴിലുറപ്പാള്. അപ്പൊ നിങ്ങളെ കാര്യം ഉറപ്പായി. എന്റെ കാര്യം ഉറപ്പായി. വേറെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് 4 ഫുൾ സ്ലീവ് ഷർട്ട് അങ്ങോട്ട് കൊടുത്താൽ എല്ലാ ദിവസവും പണിക്ക് പോയിക്കോളൂ. 4-5 നോണേ. പിന്നെ ഒരു മാസത്തേക്കേ നോക്കണ്ട. എന്റെ ഭാര്യ സേനയില. കരസേനയോ? അല്ലല്ല, നാവികസേന. പിന്നെ ഹരിത കർമ്മസേന. തൊഴിലുറപ്പ്. രണ്ടും തന്നെ. അല്ല, ഈ തൊഴിലുറപ്പ് പോയിട്ട് ഇവരെന്ത് തൊഴിൽ അവിടെ എടുക്കുന്നത്? അതർക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് വാ. കണ്ടം കിളക്കണ്, പുല്ല് പറയ്ക്കണ്, നൊണ പറയണ്, കുറ്റം പറയണ്, തമ്മില് തല്ലണ്, കുടുംബം കലക്കണ്. ഇതന്നെ ഒരു പരിപാടി. ഇതാണ് പണിയില്ലേ? എന്താ ചെയ്യാ? അല്ല, നിങ്ങൾ അമ്മമ്മ ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ല? അതെ. അല്ല, അമ്മമ്മ ഉണ്ട് സ്കൂളിലേക്ക് പോകുന്ന യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. അത് തിരികെ സ്കൂളിലേക്ക്. അതിന്റെ പോയ കൊല്ലാപ്പൊന്നും ഇതുവരെ തീർന്നില്ല. അമ്മമ്മ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അമ്മച്ചനെ പറ്റി പാട്ട് കളിക്കാല്ലേ. ഏത് പാട്ട്? അമ്മച്ചൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ മൂപ്പത്തിന്റെ വ്യൂ പോയിന്റിലുള്ള ഒരു പാട്ടാ പാടി. അതൊന്ന് പാടുവോ? പാടിത്തരാ. ചേട്ടനെ ആദ്യമായി കണ്ടതിൽ പിന്നെ ഞാൻ രാത്രി സുഖമായി ഉറങ്ങിയതില്ല. അമ്മമ്മ. പുതിയ പല്ലുകൾ കാണുമ്പം തന്നെ ഉറക്കത്തിൽ പേടിച്ചെഴുന്നേക്കും ഞാൻ. അമ്മമ്മ. ചേട്ടനെ ആദ്യമായി കണ്ടതിൽ പിന്നെ ഞാൻ രാത്രി സുഖമായി ഉറങ്ങിയതില്ല. മുന്തിയ പല്ലുകൾ കാണുമ്പം തന്നെ ഉറക്കത്തിൽ പേടിച്ചെഴുന്നേൽക്കും ഞാൻ. ചേട്ടന്റെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തിട്ട് വീട്ടില് വെച്ചപ്പം ചില്ല് പൊട്ടി. ചേട്ടന്റെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തിട്ട് വീട്ടില് വെച്ചപ്പം ചില്ല് പൊട്ടി. തെങ്ങിന് കെട്ടുന്ന കമ്പി കൊണ്ടെങ്കിലും ആ പല്ല് പിന്നോട്ട് കെട്ടിച്ചൂടെ. തെങ്ങിന് കെട്ടുന്ന കമ്പി കൊണ്ടെങ്കിലും ആ പല്ല് പിന്നോട്ട് കെട്ടിച്ചൂടെ. അമ്മമ്മ സൂപ്പർ, അടിപൊളി. ഹലോ തങ്കരാജ്, ആണോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? പ്രശ്നമായി. ആരാ വരുന്നത്? ആകെ പ്രശ്നമായി. പത്മ വരുന്നുണ്ടോ? അല്ല, ഞാൻ ഇന്നലെ ഒരു പാട്ട് എഴുതി കൊടുത്തിട്ട് ബാലെ ട്രൂപ്പിന് വേണ്ടിട്ട് പാട്ട് മാറിപ്പോയി. ഏത് പാട്ട്? നടൻ ബാലയ്ക്കുള്ള പാട്ടായി പോയി. ഇതെന്തിട്ടാണിപ്പോ? അത് ചെകുത്താനെടുത്ത് വൈറലാക്കി. അതിനിപ്പോ എന്താണ്? അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? നാന്, ഉണ്ണി മോന്തൻ, പൃഥ്വിരാജ്, അണു വേണോന്ന്. ചെകുത്താനും ഉണ്ടാവും. ആളത്തിൽ നിന്ന് കൂടെ ഉണ്ട്. ഇവർക്കൊരു ടീമാ? അല്ല, ഇവരൊരു ബെൽറ്റാണ്. എന്ത്? ഇവരൊരു ബെൽറ്റാണ്. ഇവരിപ്പോ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്റെ കാല് തള്ളി ഓടിക്കാണ്. അല്ലല്ല, ബാലന്റെ അടുത്ത് തോക്ക നിങ്ങളെ വെടിവെച്ചു കൊല്ലും. നാണം പോവാണ്.